ഞാൻ വത്തക്കൻ്റെ കച്ചവടം. അപ്പോൾ വത്തക്ക വിൽക്ക് കൊടുക്കുകയാണ്. വത്തക്ക നോക്കുകയാണെ എന്നാ വത്തക്ക കൊടുത്തിട്ട് നമ്മൾ ഓലിൽ നിന്ന് ജ്യൂസ് അടിച്ചിട്ടാ. ജ്യൂസ് അടിച്ച് അടിപൊളി അടിപൊളി. നെല്ലൂർ വന്നു കഴിഞ്ഞാലേ അടിപൊളി ഒരു ബിരിയാണി സ്പോട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. നെല്ലൂർ കോടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ആ കാണുന്നതാണ് കേട്ടോ കോടതി. അതിന് നേരെ ഓപ്പോസിറ്റാണ് ബിരിയാണി പോയിന്റ് എന്നാണ് കേട്ടോ പേര്. ഈ ഒരു കടയിലെ സീറ്റ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ, പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മളുടെ നെല്ലൂരാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കറങ്ങണം, അതായത് നമ്മൾ ബീച്ച് ഭാഗത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ ഏരിയയിലുള്ള ടൗണ് കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്. നാട്ടിൽ നിന്നൊക്കെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ഡിസൈനും ഓട്ടോറിക്ഷയൊക്കെ ആൾക്കാരൊക്കെ ഒരു എന്താ പറയുക, അവർ ഭയങ്കര കമ്മിറ്റ്മെൻ്റ് കേട്ടോ. തമിഴ്നാടിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഫ്ലെക്സിബിളായി. നമുക്ക് കമ്മ്യൂണിക്കേഷൻ അറിയില്ലെങ്കിലും ആൾക്കാരെ കമ്പനി ഉണ്ടല്ലോ, അവരോട് സംസാരിക്കാനും ഇടപഴകാനും ആ ഒരു നീറ്റ്നെസ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഹൈവേമക്കാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ മാലികനെ തുടങ്ങി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പൊല്യൂഷൻ എടുക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് നോക്കാം. മെയിൻ NH-ലാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ. അങ്ങോട്ടൊക്കെയാണെങ്കിൽ എല്ലാ സെറ്റിങ്സും ആ വണ്ടിയിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു NH കൂടെ തന്നെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. മൈപ്പാട് ബീച്ച് എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഒരു ബീച്ചാണ്. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കാണാനും കൂടി ആയിട്ട് പോവാണ്. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതുപോലെയാണ് സിറ്റുവേഷന്. കുറച്ചൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട്. കൂടുതലായിട്ട് എടുത്ത് പറയേണ്ടത് ഒഴിഞ്ഞെടുക്കുന്ന പ്രദേശം തന്നെയാണ് കേട്ടോ കൂടുതലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടൊരു കാഴ്ചയാണ് ഈ കൊട്ടവണ്ടിയിൽ കൊണ്ടുപോകണ ആ ഒരു പൈപ്പ് കമ്പികൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂക്കിയിട്ട് ഇതുപോലെ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളവിടെ പല വണ്ടികളുണ്ടെങ്കിലും ഈ ഒരു സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. രണ്ട് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരുപാട് ലോഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ NH-ൻ്റെ സൈഡിൽ തന്നെ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു വണ്ടി കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് പരിചയപ്പെടുത്തി തരാം. ഒന്നാമത് ഇവർക്ക് ഭാഷയും നമ്മളെ ഭാഷയും കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ. ഇവരെന്താ കേട്ടോ, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതിൻ്റെ ഉള്ളിൽ എടുക്കാന്നുണ്ടെങ്കിൽ പോലെ സമ്മതിച്ചാലേ നടക്കുള്ളൂ. ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവക്കാരിട്ടാ. നെയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് എന്താണെന്നറിയില്ല, സംഭവിക്കില്ല കേട്ടോ അല്ലേ. കംപ്ലൈൻറ്റ് ടീക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് സിറ്റുവേഷന് നോക്കാം. അവിടെ ഇതിനൊക്കെ പരിചയപ്പെടുത്താം. അവർ വെറൈറ്റി ഒരു സംഭവമായി നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ട് തന്നെ ഇല്ല. നമുക്കൊക്കെ ഓരോ ഷോപ്പുകളെല്ലാം ഉണ്ടാവാം. ഇവിടെ ഇങ്ങനെ ഫുള്ള് വണ്ടികളിലോട്ടോ പരിപാടി. ഇവിടെ നല്ല സൈസസ് ആയിട്ടുള്ള പോത്തുകളാണ് ഉള്ളത്. മൂക്കാരും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുമില്ല. ഞങ്ങൾ ഈ ബീച്ചിക്ക് പോകണം. അപ്പോൾ ലൊക്കേഷൻ മാറി. അങ്ങനെ ഈ ഒരു ഏരിയക്ക് കയറിയപ്പോൾ കണ്ടാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കണ്ട കാഴ്ച കേട്ടോ. ഒരു ട്രാക്ടറിലേ എന്തോ ഒരു ലോഡ് നിറച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിപ്പം നോക്കുകയാണെങ്കിൽ അതിൻ്റെ തണലത്ത് ഒരാളെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളേരിയകളൊക്കെ റോഡേ മോശം തന്നെ പറയട്ടോ. അങ്ങനത്തെ സിറ്റുവേഷനാണ്. കണ്ടില്ല, NH വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ പോണത് ഇപ്പോൾ ഒരു ഉള്ളേരിയ കൂടെ കേട്ടോ. ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ട്രാക്ടറുകൾ ആണ് കേട്ടോ കാണുന്നത്. ബാക്കിലെ ബോഡി ഇതുപോലെ ചെരിച്ചിട്ട് ഇതെന്ത് കൊണ്ടുപോകണമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റിയാൽ നോക്കാം. നമ്മൾ പോണത് മൈപ്പാട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആന്ധ്രാപ്രദേശിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കാണുന്നത് ഹനുമാൻ്റെ രൂപങ്ങളാട്ടോ. എല്ലായിടത്തും അതാണുള്ളത് കൂടുതലും. അതും ആ കറക്റ്റ് ആ ഒരു സ്ട്രെച്ചിങ്ങിൽ ഉണ്ടാക്കിയതാട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവം. ഈ ഒരു ഏരിയയിൽ പമ്പുകൾ അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നല്ല തിരക്ക് പിടിച്ച ഒരു ഏരിയയാണ്. അത്യാവശ്യം ജനവാസമുള്ള ഏരിയയാണ് കേട്ടോ. ഇതുപോലെ വാഴ ഇലകൾ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ മാർക്കറ്റൊക്കെ അല്ലേ വാഴയിലകളാവും. ഇപ്പോൾ 2-3 സ്ഥലത്തായി കാണുന്നത്. മീൻ വണ്ടികളാണ് ഈ കാണുന്നത്. ആന്ധ്രാപ്രദേശിലെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയിൽ തന്നെ ഇട്ടാ ചെയ്തിരിക്കണേ. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് മീൻ വളർത്തുന്ന ഒരു കുളമാണ് കേട്ടോ. അവിടെ ഫ്രഷ് വെള്ളമൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളുമാണ്. പിന്നെ കൃഷിയിടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലായിട്ടേ മത്സ്യ വളർത്തൽ കാണുന്നുണ്ട്. മീൻ വളർത്തുന്ന ഒരുപാട് ഏരിയകൾ കാണുന്നുണ്ട് കേട്ടോ ഈ റോട്ടില്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയൊരു വില്ലേജാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു ഷെഡ്, പിന്നെ ഇതുപോലത്തെ വെയിറ്റിംഗ് ഷെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ നാട്ടിലെ വയലോരങ്ങളൊക്കെ മാതിരി തന്നെയാണ് കേട്ടാ. റോഡും നോക്കി കാണി, റോഡൊക്കെ സെയിം നമ്മുടെ നാട്ടിലത്തെ അതേമാതിരി തന്നെ. പിന്നെ ഈ ബിൽഡിങ്ങിന്റെ സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ, പിന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാടല്ല എന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചിട്ട് വന്നപ്പോൾ ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണുന്നുണ്ട് കേട്ടാ. അപ്പോൾ എല്ലാ മതസ്ഥരും ഒരുപോലുള്ളൊരു സംസ്ഥാനമായിട്ടാണ് ആന്ധ്രാപ്രദേശ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു വെയിറ്റിംഗ് ഷെഡും ഇതുപോലത്തെ കടകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ് RTC കൂടെ പോകുന്നുണ്ട്. ഈ ഒരു ടൗണിലെ കടകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ.